ആണല്ലേ, അത് ഞാൻ മാറ്റിച്ചു തരാം കേട്ടോ. അത് ബഗ്ഗായിട്ട് വന്നാണ് നിനക്ക് ബഗ്ഗായിട്ട് വന്നാണ് ഇവിടുത്തെ. അപ്പൊ നിന്റെ ബഗ്ഗായിട്ടുള്ള സാധനം ഞാൻ വാസുവിന് മേടിച്ചു കൊടുത്തോളാം. അല്ല അത് ഞാൻ സെറ്റ് ചെയ്തരാ വാസു. വെരിഫിക്കേഷന് സെറ്റ് ആയി തരാം. ഞാൻ പുതിയ പോസ്റ്റ് ഇടാൻ പോണേ. നിന്റെ കൂടെയുള്ള ഫോട്ടോ ഇടുന്നതിലും വേദം പട്ടിത്തീട്ടത്തെ നക്കിയ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതാണ് കക്കൂസ് ഇരുന്ന് മുക്കുന്ന ഫോട്ടോ ഇടാ അതിനെക്കാട്ടി. കൂടെയുള്ള ഫോട്ടോ ഇപ്പൊ ഇടാൻ ഞാൻ ഇപ്പൊ ഇടണോ നിനക്ക്? അല്ല മൂടിലൊന്നല്ല, ഫോട്ടോ ആണോ വെക്കുകയാണ് വാസുവിന്റെ. വാസു ഇങ്ങനത്തെ ഫോട്ടോ ആണ്. ന്യൂഡിറ്റി ഉണ്ടാ? ഹലോ, എന്താടാ പറയുന്നത്? ലീഡറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ പണ്ട് മറ്റേ ആർത്ത ഫുഡ് ലീഡർ ആയിരിക്കുമ്പോഴത്തേക്ക് നിന്റെ അടുത്ത് മറ്റേ അവരൊന്ന് പറഞ്ഞായിരുന്നു ഉടുപ്പൂരിട്ട് കാണിച്ചാന്ന് അറിയുമായിരുന്നു. എവിടെയാണ് ഇട്ടത്? ഓ വിഷയം എനിക്ക് വന്നില്ലേട്ടാ, നിനക്ക് വന്നു? ഞാൻ കമന്റ് കേട്ടിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. ഇതാണോ മറ്റേ 3 പേരുടെ? സൂപ്പർ സെറ്റ് ഇത് കൊള്ളാം കേട്ടോ വാസു. ആ ഇടയിലിരിക്കുന്ന തെണ്ടീനെ മാറ്റിയിരുന്നേ കുറച്ച് നല്ലൊരു പേര്. നീ നിന്നെന്തെങ്കിലും ചെയ്ത് തന്നെ പറയുള്ളൂ. കെവിനെ മാറ്റിയൊന്നും പറയത്തില്ല, അപ്പോഴും തന്നെ പറയുള്ളൂ. അതറിയാ ആ വിളക്കൂതിയുടെ ഇടയിൽ മാറ്റത്തേ പറഞ്ഞു. പക്ഷേ ഈ പരിപാടി കൊള്ളാം കേട്ടോ. 5 പേര് നിൽക്കുമ്പോ നമുക്കങ്ങ് എടുത്താ റിട്ടേൺ അടിച്ച് ബസ് അടിക്കാൻ നമ്മൾ അറിയാൻ വെച്ചിരിക്കണം. വാസു സംഭവം പറഞ്ഞ 30-ാം തീയതി നമ്മൾ തിരിച്ചു വരൂലേ, അന്ന് നമ്മൾ അടിക്കാനാണ് അവര് നിക്കുന്നത്. നമ്മളെ മാസം റീ എൻട്രി ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ അറായി എടുത്തിട്ട് അറിഞ്ഞു അവര്. ഇതൊന്നും അല്ല മോനെ, നമ്മുടെ കംബാക്ക് കഴിഞ്ഞിട്ടേ ഒരു കംബാക്ക് ഉണ്ട്. ചന്ദ്രബോസിന്റെ ഒരു 50 ദിവസം ആടപ്പോഴത്തെ ജോലി എന്തിനാ അറിയാൻ പോകും. എന്നിട്ട് ഈഗോ മുട്ടൻ ഈഗോ അവിടെ പോയി കിടന്നത്. അവിടെ പോയി ഒറ്റയ്ക്ക് മാസം അടിക്കുന്ന ആളവിടെ കിടന്നത്. അല്ലല്ല, സിയോൺ നേരത്തെ ടിവി ആണ് പറഞ്ഞു വിട്ടത്. ഇനി ചന്ദ്രനെ മാത്രമായിട്ട് ബാൻ ചെയ്യും, പെർമനന്റ്ലി ബാൻഡ് പ്രൊഫസർ. അതാണ് അത് വരണോന്ന് എന്റെ ആഗ്രഹമാണ്. അതൊരു ആഗ്രഹമാണ് എന്റെ. അതോടുകൂടി എന്റെ സന്തോഷമൊക്കെ ഉണ്ട്. അടുത്ത അനൗൺസ്മെന്റ് അതാണ്. എന്റെ ഒരു കിടക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്റെ ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ്. വന്നിട്ടില്ലടാ, നിന്നെ ഫോളോ ചെയ്തില്ല തോന്നുന്നു. സോറി, ഫോളോ ആയിട്ട് നിനക്ക് 67 ഫോളോവേഴ്സ് ആയ. നൈസ് ക്ലിക്ക് ഡൂഡ്. താങ്ക് യു. ഞാൻ യു കേട്ടോ. ഓ താങ്ക്സ് എല്ലാവർക്കും. താങ്ക് യു. നീ ആരാണ് വെള്ളത്തിൽ ആരെയാണ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? സ്നൈപ്പിന് മുടി വെച്ച് കൊടുത്തത്? ഞാനല്ല, സ്നൈപ്പിന്റെ ഒരു പെണ്ണാണ്. ആ വൈറ്റ് കണ്ടവരെയുള്ള ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതാണ്. ഞാൻ രായണനെ കാണിക്കാൻ വേണ്ടി പ്രൂഫ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കണ. അതിന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ആണോ വേണ്ടത്? നാട്ടുകാർ കാണണ്ട സ്നൈപ്പിന്റെ ഈ പരിപാടി. എന്തൊരു മൈൻഡ്സെറ്റ് ഇതൊക്കെ. പ്രൂഫായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക് ആയിട്ടാ കിട്ടും ഫോട്ടോ. കുടുംബവഴക്ക് വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടിട്ടേ പ്രൂഫായിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചിരിക്കണം. മൈരൻ അവന്റെ നാലാത്ത ഫോട്ടോ നോക്കിയട വാസു അതിന്റെ അകത്ത്. അതാരത്? ഇതൊക്കെ ആരത്? പേടിപ്പിക്കാൻ വന്നിരിക്കുന്ന
ഏതാ ഏതാ പുതിയ ഫോട്ടോസ് ഒന്നും ഇതിൻ്റെ അകത്ത് ഇത് ആര് ഈ ഒരുത്ത വാവക്കുട്ടി എന്ന് പറഞ്ഞതിൻ്റെ ഫോട്ടോ മാത്രമാണല്ലോ ഇതിൻ്റെ അകത്ത് നിറയെ. ഇവനൊക്കെ കാരണം ഒരു ബാക്കിയുള്ളവരെ ഫോട്ടോ കാണാൻ പറ്റൂല. വാവക്കുട്ടി ഇടാത്തൊരു പെങ്കൊച്ചിൻ്റെ ഫോട്ടോ കിടക്കുന്നില്ല. അപ്പൊ ഇതിൽ ആരാണ് വാവക്കുട്ടി? എടുത്തു കൊടുക്കണതോ? വാസുവിന് പറ്റിയൊരു കൊച്ചുണ്ട് സിറ്റിയിൽ. പേര് പറയട്ടെ, ഏഞ്ചൽ നില. വേണ്ടേ? അത്ര വലിയ പേരായിട്ടാണ് പ്രശ്നം. പേരിലേ അറിയാം മൊണ്ടിയാണോ. ഇവിടെ നമ്മള് നിന്നങ്ങ് നേരം പോയത് നോക്കിയാണല്ലേ, ഇരുട്ടായല്ലേ? സത്യം ഇരുട്ടായല്ലേ. ഞാൻ രാവിലത്തെ ഇത് കാണാൻ വന്നതാണ്. ഞാൻ ഇവിടെ വന്നത് എന്തിനാണ്? കടൽ തീരാണോ വന്നല്ലേ? സൺറൈസ് കാണാൻ, സൺറൈസ് കടൽ തീരത്ത് സൺറൈസ് കാണാൻ വന്നതാണ്. സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ലേ? സത്യം 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 സത്യം. ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാത്തോണ്ടാണ്. ഇവിടെ കുറെ പെമ്പിള്ളേരുണ്ട്. സത്യം 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 സത്യം. ഒന്ന് ഇറങ്ങി വന്ന് ഇതിനായിട്ടൊന്ന് നിന്നാ പ്ലാച്ചെന്ന് കൊണ്ടുവരാം. പ്ലാച്ചിട്ട് വരാ. അങ്ങനല്ല, ക്യൂ ആയിട്ട് കൊണ്ടുവരാം പണ്ടത്തെ പോലെ. സത്യം 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 പറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. സത്യം 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 സത്യം. ആ എന്റെ കയ്യിലിരിക്കേണ്ട പെങ്കൊച്ചാണ് ആ തെണ്ടി തൂക്കൊണ്ട് നടക്കുന്നത്. അന്ന് ചത്തു കഴിഞ്ഞിട്ട് പിന്നെന്നാ വരുന്നേ. ആ വൈബിലൊക്കെ ഇരിക്കും ഇവിടെ. എടാ ആ വാറില് ഞാൻ ചത്തില്ല. SRO ആയിട്ടുള്ള വാറിൽ ചത്തിട്ടില്ല. കത്തിപ്പോയതല്ലേ? ഞാൻ കത്തിപ്പോയതാ. പിന്നെ തിരിച്ചു വന്നില്ല. തിരിച്ചു വരാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോ അവര് വാറൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ് ഇതാക്കിയിട്ടിരിക്കണ. ഞാൻ അറിഞ്ഞ പോലില്ല. ഞാൻ അവിടെ പോയതാ. പിന്നെന്നാ വരുന്നേ. അവിടെ ഏറ്റവും വലിയ കോമഡി എന്താ പറയണ, അവിടെ കുത്തി വാസണ്ണ ഇരുന്ന് ഫയർ ചെയ്യണ്. അപ്പൊ ഞാൻ അപ്പൊ ബാക്കിൽ ആള് വന്ന് ഞാൻ പറഞ്ഞു വാസണ്ണ ആ പോവാന്ന്. വാസണ്ണ അപ്പോഴും ഫയർ ചെയ്യും. അപ്പൊ ഞാൻ വാസണ്ണ ഫയർ ചെയ്യണ്ട്, വേറെന്ത് വേണം? ഞാനും ഇരുന്ന് അടിക്കാതെ ഇല്ല, ഞാൻ കത്തിപ്പോയി. വണ്ടിന്ന് ഇറങ്ങിയപ്പോഴേ കത്തിപ്പോയി. വണ്ടിന്ന് ഇറങ്ങി തോക്കെടുത്തപ്പോഴേ കത്തിപ്പോയി. ബുള്ളറ്റ് തീർന്നില്ലാന്ന് മനസ്സിലായപ്പോ ആള് കത്തിയത് ശരി. ഞാൻ പിന്നെ ഓടി ചത്തി. വേറെ വഴി അത് ഓർമ്മിക്കണ്ട. എന്തിനു പറഞ്ഞേ? നമുക്ക് അത് നമ്മളെ മോശക്കാലങ്ങൾ നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. മോശകാലങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം സരക്കെ. എന്നാലേ നമുക്ക് തിരിച്ചു ഇതാക്കാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനെ ഓർക്കണം. പക്ഷെ നമ്മൾ ഇടയ്ക്ക് അത് പറയണ്ടെന്ന് പറഞ്ഞതാണ്. നമുക്കത് എല്ലാം ശരിയാകുമ്പോ നമുക്ക് സംസാരിക്കാം. വണ്ടി വന്നു, ഡ്രസ് തന്നു. ചന്ദ്രനും കൂടെ വന്ന നാല് പെൺകുട്ടികൾ അവിടെ നടക്കുന്ന അവിടെ മാർക്കില്. അയ്യോ ഹെസ്റ്ററുണ്ടോ? ഒരു ഗുണമില്ല, ഒരു കാര്യമില്ല. അങ്ങോട്ട് പോകണ്ട ആവശ്യമില്ല. ഒരു കാര്യമില്ല പോണ്ട. വാസു ഹലോ 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 ഹലോ. കാറും തരുമോ? കാറ് തരുമോ പ്ലീസ്? ഒന്ന് ഓടിക്കാൻ തരുമോ? കാറ് തരുമോ? കാറിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ കാണിച്ചു തന്നിട്ട് തരാം. അല്ലാതെ തന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. പഠിക്കൂ. പറ്റുന്നില്ല. ഇനി നടിച്ചേക്ക്. പറ്റുന്നില്ല. ഇത് വേണ്ടട്ടാ, ഇത് ശരിയാവില്ലേ? അതെന്തോന്നു? അല്ലല്ല ഇതല്ലേ. കൊണ്ടുപോയി ലോക്ക് ചെയ്ത കൊണ്ടുപോയി. എവിടെ ആ വണ്ടി ഏറി പോകുമ്പോ ആളെ കടത്തി ലീഡർ പോയി കേട്ടാ. ലീഡർ പോയി. ആള് കടൽക്കാറ്റിന്റെ ഒപ്പം പോയി. ട്രിക്കി ഗോഡ്. വെരി ഗുഡ് ട്രിക്കി ഗോഡ്. സൂപ്പർ ട്രിക്കി ഗോഡ്. ഇത് ഞാൻ
നീ ആരായിരുന്നു? പേര് ഓർമ്മ പോയി. ആ ഡോണി. ഓഹോ ഓർമ്മ. എന്തിനും മുണ്ടൊക്കെ എടുത്തിട്ട് പ്രശ്നമൊന്നുമില്ലേ? വേറൊന്നുമില്ലേ? ഇല്ലീഗൽ ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. ഞാൻ വെറുതെ ഫ്ലെക്സിംഗ് കാട്ടാൻ വേണ്ടി വണ്ടി കൊണ്ടുപോയത്. പോരാമേ. സരക്കൊന്ന് കേറി. സെറ്റ് എട്. സരം നോക്കണേ. പൊങ്ങിയില്ല. പൊങ്ങൂ. ഓ വിഷയം എന്റെ ആളെയാ. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിലെ ജയറാമിനെ പോലെ ഫ്ലെക്സ് ചെയ്ത് വേണോ വാസുവിന്? തരത്തില്ല. വാസുവിന് വേണോ? തരത്തില്ലെന്നാ പറയണേ. അവൻ തരണ്ട. വാസുവിന് ഇത് വേണോ? സെറ്റാക്കാം. എന്ത് വില കൊടുത്തിട്ട് സെറ്റാക്കും. എനിക്ക് കാറ് വേണം. സെറ്റാണ്. ഈ പൊങ്ങുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര കൊതിയാണല്ലോ വാസുവിന്. ഇത് സെറ്റാണ്. ഞാൻ എഴുതുന്നത് ഇനി വാസു വരുന്നതിന്റെ അന്ന് സെറ്റാക്കി തരും. ഇതൊക്കെ കാണിച്ച് പെമ്പുള്ള സെറ്റാക്കാൻ പറ്റുമെന്നെങ്കിൽ പൊങ്ങുന്ന എന്തെങ്കിലും കണ്ടാ മതി. ആണേ ചോദിച്ചത് നേരത്തെ. അവസാനമായിട്ട് എന്താണ് പൊങ്ങിയത്? അല്ല എന്തേലും കണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചാ. ട്രിക്കി കോഡ് വന്നിട്ടുണ്ട്. വാസു ട്രിക്കി കോഡ് വന്നിട്ടുണ്ട്. നമ്മളെ പയ്യനെ ഒന്ന് 2 റൗണ്ട് വരട്ടണം. മനസ്സിലായല്ലേ? പാതിരാത്രിയായപ്പോ സിറ്റി കയറണം. ഇത്ര നേരം സിറ്റി ഇല്ല. ഹലോ 12-18 ആയപ്പോഴാണോ നിനക്ക് നേരം എടുത്ത് ട്രിക്കി? എടാ ഹലോ. മിണ്ടൂല. അല്ല ഇപ്പൊ ഇപ്പഴാണ് നിനക്ക് രാവിലെ ആയത്? നിനക്ക് ഇപ്പഴാണ്? 8 മണിക്ക് കള്ളത്തരം. ഈ സമയത്താണ് നീ ഒന്ന് സിറ്റി വരുന്നതല്ലേ? നിന്നെ പിടിക്കാനാണ് ഞാൻ ഇന്ന് ഇരുന്നത് ഇവിടെ. ഒറ്റ ദിവസം കേറില്ലേ? പ്രിങ്കു വന്നിരിക്കുന്നത്. സരക്കണ്ണ വാസണ്ണ ഒന്ന് മുതുക്കിലേക്ക് വരുവോ? ഹലോ അണ്ണ എവിടെ? അകത്ത് പറന്നു നടക്കാൻ നമ്മളാണ് ഇത്. ഒന്ന് ബീച്ചിൽ വരുവണ്ണ. നമ്മള് ചെട്ടിപ്പള്ളിക്ക് എത്തി കേട്ടാ പറന്ന്. ബീച്ചിൽ വരുവോ? ഇവിടെ 2-3 പേര് എവിടെയാണ് നീ നിൽക്കുന്നത്? പിന്നീട് അങ്ങോട്ട് വരാം. ആൾക്കൂട്ടൊന്നും പാടില്ല. സീരിയസ് ഇഷ്യൂ ആണ്. പമ്പിലോട്ട്. ഹലോ ഇവിടെ 3 പേര് എന്തോ ഗ്യാങ്ങിനെന്തോ നാശം വരാൻ പോണം എന്ന് പറഞ്ഞോണ്ട് എന്നാ ഇത് ജെനിഫർ. ഇൻഫർമേഷൻ അണ്ണാ. അണ്ണാ ഇത് എന്റെ ഫ്രണ്ട്സ്. ഇത് ജെനിഫർ. ഒരു സെക്കൻഡ് വെയിറ്റ്. എന്നെ അറിയാത്തത് ഞാൻ എല്ലാരും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതൊക്കെ അതാ മനസ്സിലായി. ഇവിടെ എല്ലാം നടക്കും. മനസ്സിലായി? ഇവിടെ എന്തും നടക്കും. ഇവിടെ എല്ലാം സംഭവിക്കും കേട്ടാ. വെൽ പ്ലേഡ്. ഇത് കൊടുക്ക ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഹലോ അയ്യോ ഹലോ ആരാ? ഹായ് അനു. ഇതാരാണ്? ജെനിഫർ. ഹായ് ജെനിഫർ. ഓ ആക്രി വണ്ടി കയറിയിരുന്നു. 1 മിനിറ്റ്. നിനക്ക് നല്ല വണ്ടി എടുത്തോണ്ട് നടന്നോണ്ട്. ഇത്ര നല്ല പെമ്പിള്ളരെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർക്ക് വല്ല പറ്റിയ വണ്ടി വേടാ കൊണ്ടുപോകല്ലടാ. എടാ പ്ലീസറാ ഈ വണ്ടിയാടാ. പ്ലീസറാ 1 മണിക്കൂറത്തേക്ക് 1 മണിക്കൂറത്തേക്ക് പ്ലീസറാ. വേറെ കാര്യം പറയണ്ട. ഇനി ഒന്നാണ് ആ പെൺകൊച്ച് അയ്യെന്ന് വെച്ചേട്ടാ. സത്യം പറയാന്ന് വെച്ചോളൂ. എന്റെ അടുത്ത് പോയിക്കോ. നീ ഇങ്ങനെ അടുത്താണ് എന്നെ കൊണ്ടുവന്നേന്ന്.
ഞാൻ എന്റെ തൊലിയും കുരിഞ്ഞു പോയി. അത് പിന്നെ വണ്ടി എടുത്തോണ്ട് പോയ പിന്നെ എന്തിനു പറയണം? അണ്ണാ അണ്ണ ഒരു gang മാസം- leader അണ്ണാ. ഒരു മാസം ഇട്ട് പറയണ്ടേ ഡേയ് വണ്ടി അങ്ങനെയല്ലേ പറ വിചാരിച്ചിട്ട് ഈ ഇടയ്ക്ക് വൊമിറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് പ്രശ്നമായിട്ടെ മെഡിക്കൽ റിപ്പോർട്ട് അനൂപ് പൂക്കി ഏജ് 23 ടേക്ക് മെഡിസിൻ ടേക്കൺ പേര് എന്തെന്ന് മനസ്സിലാവില്ല ലൂസ് മോഷൻ ആൻഡ് ഡിസിനസ് അവനാണ് തന്നെ തൂറ്റല് വന്നേനാണ് അവന് പ്രവിധം പറഞ്ഞത് അല്ല അല്ലല്ല അവൾക്ക് അതായിരുന്നു തലകറക്കവും വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് വിചാരിച്ചു ഇവള് പ്രഗ്നന്റ് തലകറക്കം വയറുവേദന റിലേഷൻഷിപ്പ് അമ്പത്തൂര് സ്നൈപ്പിനോട് പറഞ്ഞു ജൂക്കില് എന്തോ ടാബ്ലറ്റ് കലക്കി കൊടുക്കാൻ. അതില് സ്നൈപ്പ് കലക്കി കൊടുത്ത് ചെറുതായിട്ട് തലകറക്കം വന്ന എനിക്ക് വെറും വയ്യായ്മയായിരുന്നു, പോയിസണിങ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാനൊരു 2 ദിവസം അഡ്മിറ്റ് ആയി വന്നപ്പോഴത്തേക്ക് ഓക്കെ. നിന്നോട് ഞാൻ പറഞ്ഞാ കേക്കൂലേ നീ? നിന്നെ വെടിവെച്ചിടിഞ്ഞാന്ന് പറഞ്ഞല്ലോ. ഇനി വാണിംഗ് ഒന്നും ഇല്ല. ഇനി 14 ദിവസം കഴിഞ്ഞ് കാണാം. ദേഷ്യം 14 ദിവസം കഴിഞ്ഞ് കാണാം കേട്ടാ. പെർമനന്റ് ആട്ടോ. പെർമനന്റ്. ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് വരട്ടോ. ഇവന്റെ സൂക്കടയും തീർത്തു കൊടുക്കും. ഇങ്ങോട്ട് വാ സംസാരിക്കുന്നുണ്ട്. ഒന്നിങ്ങോട്ട് വന്നേ എനിക്ക് സംസാരിക്കണ്ട. അവനാ വണ്ടിന്ന് അവന്റെ ചന്തി മാറ്റൂലേ. സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് വന്നേ ബ്രോ അഡ്മിനാന്നുള്ള കാര്യം സത്യമായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് പെർമനന്റ് ഒന്നും ഇടരുത് കേട്ടാ. എനിക്ക് എല്ലാ മാസവും ഒരു കമ്പാക്ക് ഉള്ളതാണ്. ഇപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ ഈ മാസം എനിക്ക് കമ്പാക്ക് അടിക്കാൻ പറ്റത്തില്ല. എനിക്ക് 29-ാം തീയതി വരാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാൻ ഇട്ടാ മതി കേട്ടോ. ഞാൻ പറഞ്ഞത് കിട്ടുമെന്ന് പറഞ്ഞത് കിട്ടുമോ ദാസു? അല്ല ഓണർഷിപ്പ് ഞാൻ വേറെ കൊടുത്തോളാം. ഏത് അഡ്മിൻ എനിക്കറിയാത്ത അഡ്മിൻ. 2 ഗേൾസും പോയണ്ണ. അവിടെ ഉണ്ട്. വേറെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടാ കൊണ്ടുപോയി. സമ്മതിക്കല്ലേ. പിന്നെ ഈ കൊച്ചുങ്ങള് എനിക്ക് സിസ്റ്റേഴ്സിനെ പോലെയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് സ്നൈപ്പ്. നീ ഒന്ന് കുനിഞ്ഞിരുന്നോ? കൊറേ കീ കൊടുക്കാനെന്ന് പറഞ്ഞ ആളെ എവിടെ കൊണ്ടുപോയത്? ഇവിടെ എല്ലാരും കൊണ്ടുപോകുന്ന എന്തിന്? കിട്ടിയാ അഡ്മിന്റെ ആള് മിണ്ടുന്നില്ല. അഡ്മിറ്റ് കീ എവിടെ കൊടുത്തത്? അഡ്മിൻ കീ കയ്യിൽ തന്നെയല്ലേ കൊടുത്തത്? അഡ്മിൻ ആളെ മിണ്ടുന്നില്ല. എന്തെറ്റി? എന്തെങ്കിലും ചെയ്താ? ബ്രോ പറഞ്ഞോ. പറഞ്ഞോ. ആരാണ്? ഓർമ്മയുണ്ട്. സംഭവം എന്ന് പറയണതേ സിമ്പിൾ ആണ്. എന്ന് വെച്ചാ ഈ നിങ്ങളുടെ ഈ കുടുംബം അറിയാലോ, ഗ്യാങ് കുടുംബവും സ്വത്തുക്കളെല്ലാം അതിപ്പം തട്ടിയെടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. ഇത് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയതാണ്. കറക്റ്റ് ആയിട്ട് ആണാ ഇല്ലെന്ന് അറിഞ്ഞോളാ. ഈ ചന്ദ്രനെയും ഈ സൂര്യബോസ് എന്ന് പറഞ്ഞ പയ്യനെയും ചന്ദ്രനെ നിങ്ങൾക്ക് എതിരാക്കിയിട്ട് അവര് കളിക്കാനുള്ള പരിപാടിയാണ്. വെച്ചാൽ ആ ചെറുക്കനെ ഇവിടെ കൊണ്ടുവന്നത് ഒരാളായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചന്ദ്രൻ നമുക്കെതിരെ വരണ്ടേ? നല്ല കാര്യമുള്ളൂ. എതിരല്ല, ചന്ദ്രനെതിരെ വരത്തില്ല. ഇനി ലോങ് ട്രിപ്പാ. ചന്ദ്രന് എതിര് പോയിട്ട് നേരെ ഒന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇനി വരാൻ 1 മാസം കഴിയും. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു ഇൻഫർമേഷൻ തരാം. ചന്ദ്രൻ 1 മാസം സിയോൺ സിറ്റിയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ടൈഗയുടെ കാലിത്തൊഴുത്തിന് മറ്റേ ആടുകളെയും മറ്റേ പശുവിനെയും വെച്ച് നടക്കാനാണ് അവന്റെ വിധി. ഞാൻ മതാര പറ. പിന്നെ അല്ല, നമ്മളിപ്പോ കാലത്തിനൊത്താണേ. സൂപ്പറായിട്ടുണ്ട്. മറ്റേ എവിടെ മറ്റേ ദുബായില് മറ്റേ പാരച്ചൂട്ടിട്ട് ചേർന്ന പരിപാടിക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ സത്യം പറഞ്ഞ സരക്കണ കൊച്ചുകാർക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഇവിടം വരെ വരത്തില്ല. അവനെ കൊണ്ടുവന്നാണ്.
കൊണ്ടുവന്നതുമാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്നുവെച്ചാൽ ചന്ദ്രന്റെ മോനും ഈ വാസുണ്ണന്റെ മോനുമാണെന്ന് പറഞ്ഞ് നിങ്ങളെ രണ്ടുപേരും തട്ടി എന്നുവെച്ചാൽ കേസ് രണ്ടാക്കി. മനസ്സിലായ അങ്ങനെ എടുക്കാനുള്ള പരിപാടിയിലാണ്, തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ വെറുപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയിലാണ്. വീണ്ടും അണ്ടർസ്റ്റാൻഡ്. എന്തായാലും നമുക്ക് നോക്കാം. ആളാദ്യം ചന്ദ്രൻ വരട്ടെ, എന്നിട്ടല്ലേ ചന്ദ്രൻ വരുന്നവരെ നോക്കാം. അത് നോക്കാം.